പ്രാർത്ഥന ജീവിതത്തിൻ്റെ ജീവശ്വാസമായി നമ്മൾ കരുതുന്നവരാണ്. മത്സ്യം ശ്വസിക്കുന്നത് പോലെ, പക്ഷിപ്പറവകൾ ശ്വസിക്കുന്ന പോലെ നമ്മുടെയും പ്രാണവായുവാണ് പ്രാർത്ഥന. പ്രാണവായു. ഞാൻ നൈജീരിയയിൽ ധ്യാനിപ്പിക്കുന്ന സമയം എല്ലാ വീട്ടിലും 10ഓളം മക്കളുണ്ട്, അപ്പനുമുണ്ട്, അമ്മയുമുണ്ട്. വീടിൻ്റെ മുറ്റത്തു നിന്നും പറമ്പിൻ്റെ പല കോണുകളിലായി നടപ്പ് വഴി വെട്ടിയിട്ടുണ്ട്. 12 പേരുണ്ടോ 12 വഴി വീടിൻ്റെ മുറ്റത്തു നിന്ന് ആരംഭിച്ച് സ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന 12 വഴികളാണ്. ഇപ്പം എല്ലാവരും രാവിലെ എഴുന്നേക്കും, പ്രഭാത ഭക്ഷണം കഴിക്കും. പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് അവർ പണിക്ക് പോകും. വൈകിട്ട് 4:30 കഴിയുമ്പം തിരിച്ചെത്തും, കുളിക്കും, ഒരു ചായ കുടിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട വഴിയാണ് 12 വഴികൾ. ആരുടെയാണോ ആ വഴി, ആ വഴിയിലൂടെ നടക്കണം. പുരയിടത്തിൻ്റെ അരിയിൽ ചെന്നിക്കും, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും, കൈകൊട്ടി പാട്ട് പാടും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഭക്തിഗാനം ആലപിച്ചിട്ട് അപ്പനും മക്കളും ഒരുമിച്ച് കിടക്കാൻ പോകും. അമ്മയുടെ ഡ്യൂട്ടിയാണ് പ്രാർത്ഥിക്കാത്ത മക്കളുണ്ടോ, പ്രാർത്ഥിക്കാത്ത ഭർത്താവുണ്ടോ കണ്ടുവെക്കുക. അമ്മ പ്രാർത്ഥിക്കാത്ത മക്കളുണ്ടെങ്കിൽ പറയും, മോനെ മോളെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ, മോനെ മോളെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ, കുറേ നാളായല്ലോ നീ പ്രാർത്ഥിക്കാൻ പോയിട്ട്, എന്തിനാ പ്രാർത്ഥിക്കാത്തത്? ഈ സംശയമാണ് ചോദിക്കുക. ഈ ഒരു സംശയം. ജീവിതത്തിൽ പ്രാർത്ഥന നിത്യവും വേണം. ഒരിക്കലും പ്രാർത്ഥനാ വഴികളിൽ പുല്ല് കിളക്കരുത്. അങ്ങനെ കിടത്താൽ ഈശ്വരശക്തി ചോർന്നു പോകും. നമ്മൾ ഒരു ഗോവണിയിൽ ഓരോ പടിയും ചവിട്ടി മുകളിൽ കയറും. ഒരു പടി പോയോ പിന്നെ കയറ്റം ബുദ്ധിമുട്ടാണ്. ഇതുപോലെയാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിയോ മുന്നോട്ടുള്ള പ്രയാണം അപകടകരമായിട്ട് മാറും. പ്രാർത്ഥിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അതിന് സമയം കണ്ടെത്തുക, എക്സ്ക്യൂസ് പറയാതിരിക്കുക. ഒന്നുകിൽ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പം കട്ടിലിൽ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കുക. രാത്രി കിടക്കാൻ നേരത്ത് കട്ടിലിൽ നിന്ന് പ്രാർത്ഥിക്കുക. സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന വീടിൻ്റെ ഭാഗമാകണം, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം, എന്നെ നയിക്കുന്ന ഒരു ചാലകശക്തിയായിട്ട് മാറണം. അങ്ങനെ മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.